നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. മെയ് മാസത്തിൽ 2000 രൂപ കിട്ടുമോ? ഇപ്പോഴും അപേക്ഷിക്കാനാകുമോ? എല്ലാം വിശദമായി നോക്കാം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പലർക്കും പെൻഷൻ തുക ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ വലിയൊരു ആശ്വാസ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഏപ്രിൽ മാസത്തെ കുടിശ്ശികയും കൂടി ചേർത്ത് മെയ് മാസത്തിൽ 2 മാസത്തെ തുക ഒരുമിച്ച് ലഭിക്കാനാണ് സാധ്യത. സാധാരണ ഒരു മാസം 1000 രൂപ ലഭിക്കുന്നവർക്ക് ഈ മാസം 2000 രൂപ വരെ അക്കൗണ്ടിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ഇതിനകം അപേക്ഷ അപ്രൂവായി ആദ്യ ഗഡുക്കൾ ലഭിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് ഈ തുക ലഭിക്കാനാണ് കൂടുതൽ സാധ്യത. പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് പുതിയ സർക്കാർ വന്നതോടെ പദ്ധതി തുടരുമോ എന്നത്. ഇപ്പോഴുള്ള വിവരങ്ങൾ പ്രകാരം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരുമെന്നാണ് കരുതുന്നത്. മാത്രമല്ല ഭാവിയിൽ പദ്ധതിയിൽ കൂടുതൽ മാറ്റങ്ങളും ആനുകൂല്യങ്ങളും കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ അപേക്ഷിച്ചവരും അപേക്ഷിക്കാൻ പോകുന്നവരും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. അപേക്ഷ സബ്മിറ്റഡ് എന്നാണെങ്കിൽ ഇപ്പോഴും വെരിഫിക്കേഷൻ നടക്കുകയാണ് എന്നതാണ് അർത്ഥം. അപ്രൂവ്ഡ് ആകുമ്പോഴാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുക. ചിലരുടെ അപേക്ഷ റിട്ടേൺഡ് ആയി തിരികെ വരാറുണ്ട്. പേരിലോ വയസ്സിലോ ബാങ്ക് വിവരങ്ങളിലോ പിശകുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അതിനാൽ എല്ലാ രേഖകളും കൃത്യമായി നൽകണം. പ്രത്യേകിച്ച് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ വ്യക്തമായിരിക്കണം. മങ്ങിയ രേഖകൾ നൽകിയാൽ അപേക്ഷ വീണ്ടും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാന കാര്യമാണ് മസ്റ്ററിംഗ്. സാധാരണ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ മാത്രമാണ് മസ്റ്ററിംഗ് ഉണ്ടായിരുന്നത്. ഈ പദ്ധതിയിലും ഭാവിയിൽ മസ്റ്ററിംഗ് ഉണ്ടാകാനാണ് സാധ്യത. ഇപ്പോൾ അത് സംബന്ധിച്ച അറിയിപ്പുകളൊന്നും വന്നിട്ടില്ലെങ്കിലും സർക്കാർ അറിയിപ്പ് വന്നാൽ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം 18 ലക്ഷത്തോളം സ്ത്രീകളാണ് ഇതിൽ അപേക്ഷിച്ചിട്ടുള്ളത്. എന്നാൽ 15 ലക്ഷത്തോളം സ്ത്രീകൾക്കാണ് ആനുകൂല്യം ലഭിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപേക്ഷയുടെ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. പലരും ചോദിക്കുന്ന ഒരു പ്രധാന സംശയമാണ് ഇപ്പോഴും അപേക്ഷിക്കാനാകുമോ എന്നത്. അതിന് തീർച്ചയായും അപേക്ഷിക്കാൻ കഴിയുമെന്നതാണ് ഉത്തരം. ഇപ്പോഴും അപേക്ഷിക്കാം. 35 വയസ്സ് പൂർത്തിയായ BPL കാർഡുള്ള സ്ത്രീകൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സ്വന്തം മൊബൈൽ ഫോണിലൂടെയോ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്നത് APL കാർഡുകാർക്ക് അപേക്ഷിക്കാനാകുമോ എന്നതാണ്. അത് പിന്നീട് സർക്കാരുടെ തീരുമാന പ്രകാരമായിരിക്കും APLകാർക്ക് അപേക്ഷിക്കാനാകുമോ അവർക്ക് കൂടി ഇത് ആനുകൂല്യം ലഭിക്കുമോ എന്നത് അറിയാൻ കഴിയുക. നിലവിൽ BPL കാർഡുകാർക്ക് മാത്രമാണ് ഇതിന് അപേക്ഷിക്കാൻ സാധ്യതയുള്ളത്. ഇനിയും സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.